അല്ലാഹു തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സമാദരണീയരായ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, വിദ്യാർത്ഥികളെ, ഈ അസുലഭ മുഹൂർത്തത്തിൽ ഉമ്മയുടെ നവോത്ഥാനത്തിൽ സമസ്തയുടെ പങ്ക് എന്ന വിഷയത്തിൽ സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. സഹോദരങ്ങളെ, ഈ കേരളത്തിൽ, ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ തന്നെ ഇസ്ലാം എത്തിയിരുന്നു. ഒരു തരത്തിലുള്ള ആശയവ്യതിയാനങ്ങളോ കൂടിച്ചേരുകളോ കൂടാതെ സർവ്വതും സമാധാനത്തോടെയും സമത്വത്തോടെയും ഈ മണ്ണിൽ ജീവിച്ചു പോന്നിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂനൂ മാസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ കൂടുക എന്ന ഖുർആനിക വചനങ്ങളെ അനുവർത്തമാക്കും വിധം ഈ ജനത സമസ്തയോട് കൂടെ കൂടി. നൂറ്റാണ്ടുകൾ പിന്നിട്ട സമസ്ത ഒരു വൻ തണൽ വൃക്ഷമായി ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കരുത്തുറ്റ 40ഓളം പണ്ഡിതന്മാർക്ക് കീഴിൽ 1400 പരം വരുന്ന മദ്രസ പ്രസ്ഥാനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്നും സമൂഹത്തിന്റെ നവോത്ഥാനത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. SKIMVBയും SKJMCCയും ഉമ്മത്തിനെ നേർമാർഗത്തിലേക്ക് കൈപിടിച്ചുയർത്തുമ്പോൾ SYSലൂടെ സുന്നി യുവജന സംഘം ആത്മീയതയുടെ മതിൽ കെട്ടി ഈ ഉമ്മത്തിനെ വഴി നടത്തുന്നു. സഹോദരങ്ങളെ, 1498 കാപ്പാട് കപ്പലിറങ്ങിയ വാസ്കോഡ ഗാമയുടെ ക്രൂര പീഡനങ്ങൾക്കെതിരായി സന്ധില്ലാ സമരവുമായി മുസ്ലിങ്ങൾ രംഗത്തിറങ്ങി. അങ്ങനെ പോർച്ചുഗീസുകാരുടെ ഭരണം അവസാനിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഈ ഇന്ത്യയിലെത്തി. ബ്രിട്ടീഷുകാരൻ്റെ ചീഞ്ഞു നാറുന്ന പതാക ഈ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് വലിച്ചെറിയാൻ വേണ്ടി മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. തുടർന്ന് വന്ന യുദ്ധങ്ങളിലെല്ലാം അവർക്ക് അവരുടെ നേതൃത്വം കൊല ചെയ്യപ്പെടുകയും അവരുടെ സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുകയുമായിരുന്നു. ആ സന്ദർഭത്തിലാണ് മാലമൗലിദുകളെ പരിഹസിച്ചുകൊണ്ട്, പാരമ്പര്യങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ആചാരങ്ങൾ അത്രയും അനാചാരങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം വിദേത്തുകാർ കേരളത്തിലേക്ക് വരുന്നത്. അവർ അവരുടെ ആശയ പ്രചാരണങ്ങൾ കേരളത്തിൽ തുടങ്ങിയപ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഒരു കൂട്ടം സ്വാത്വികരായ പണ്ഡിതരാൽ 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമാവുകയാണ്. അന്നു മുതൽ ഇന്ന് വരെ ഈ ഉമ്മത്തിനെ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സമസ്ത മുന്നിൽ നിന്ന് വഴി നയിച്ചു. ഈ ഉമ്മത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും അതിനെ പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി ഈ ഉമ്മത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ സമസ്ത ഈ ഉമ്മത്തിന് വഴിയൊരുക്കി. എങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉള്ളിലും സമസ്ത ഇന്നും വളരെയധികം ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് ഈ സമസ്തയെ രൂപീകരിച്ച മഹാന്മാരുടെ ബർക്കത്ത് മാത്രമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 1800കളിലെ പിടിക്കുന്ന ഓർമ്മകൾ അപ്പവും മരുന്നും നൽകി, പണച്ചാക്കും അരിച്ചാക്കും നൽകി ഈ മലപ്പുറത്തെ ഏതാനും മുസ്ലിം കുടുംബങ്ങളെ മതം മാറ്റിയ ക്രിസ്ത്യൻ മിഷനറിമാർക്ക് മുമ്പിൽ ശംസുൽ ഉലമ നടത്തിയ പ്രഭാഷണം വത്തിക്കാനിനെ പോലും പിടിച്ചു കുലുക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇനിയൊരു 1000 കൊല്ലം നിങ്ങളെടുത്താലും, ഇനിയൊരു എത്ര കൊല്ലം നിങ്ങളെടുത്താലും ഈ ഉമ്മത്തിനെ ഉണ്ടാക്കി തീർക്കാൻ പറ്റാത്തത്രോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് സത്യം. കാലങ്ങളുടെ കാഹളം ആർത്തു വിളിക്കുമ്പോഴും ദിനരാത്രങ്ങളുടെ വ്യതിയാനങ്ങൾക്ക് പുറത്തെ ഈ ഉമ്മത്തിനെ നശിപ്പിക്കാമെന്ന് ആശിച്ചിരിക്കുന്നവർക്ക് സലാം. ഭരിക്കുവോളം കാലം ഈ സംഘടനയുടെ കീഴിൽ ഈ സംഘടനയ്ക്ക് വെള്ളവും മണ്ണും നൽകി വളർത്തിയ ഉലമാ ഉമറാക്കളുടെ പിന്മുറക്കാരായി ഈ മണ്ണിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.